ഹായ് വെൽക്കം ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCOS 186ൻ്റെ ബ്ലോക്ക് 2ലുള്ള ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് വൺ യൂണിറ്റ് 5 ബൈയിങ് മോട്ടീവ്സ്. ബൈയിങ് മോട്ടീവ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാധനം വാങ്ങുന്നതിന് വേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്ന റീസണോ അർജിനോ ആണ് ബൈയിങ് മോട്ടീവ് എന്ന് പറയുന്നത്. ബൈയിങ് മോട്ടീവ് ഈസ് ഇൻറ്റേർണൽ അർജ് ഓർ റീസൺ ദാറ്റ് പ്രോംപ്റ്റ്സ് എ പേഴ്സൺ ബൈ എ സംതിങ്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? അയാളുടെ ഫീലിംഗ്, ഡിസയർ, ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ അർജസ് ലീഡിങ് ടു പർച്ചേസ്. എക്സാമ്പിൾ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ, നീഡ്, ഡിസയർ, ഇമോഷൻ, ലോജിക്. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അയാളുടെ ബൈയിങ് മോട്ടീവ് ഉണ്ടാവുക. ഇമ്പോർട്ടൻസ് ഓഫ് ബൈയിങ് മോട്ടീവ്സ് ഇൻ പേഴ്സണൽ സെല്ലിങ് എന്തൊക്കെയാണ്? ഇംപ്രൂവ് സെയിൽസ്മാൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സെയിൽസ് പേഴ്സണിനെ ബയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി, ബയറിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രൊഡക്റ്റ് പ്ലാനിങ്, കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അവർക്ക് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പ്രൈസിങ് ഡിസിഷൻ, അതുപോലെ ഹെൽപ്പ് ഡിസൈഡ് പ്രൈസ് ബേസ്ഡ് ഓൺ റാഷണൽ ഓർ ഇമോഷണൽ മോട്ടീവ്സ്. കസ്റ്റമറിൻ്റെ മോട്ടീവ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. പ്രൊമോഷൻ സ്ട്രാറ്റജി നടത്താൻ സാധിക്കും. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഹെൽപ്പ് ഡിസൈഡ് ദ ബെസ്റ്റ് പ്ലേസ് ടു സെൽ പ്രൊഡക്റ്റ്. അതുപോലെ ബിൽഡ് ഗുഡ് വിൽ, നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗുഡ് വില്ല് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കസ്റ്റമർ ലോയൽറ്റി, സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് സ്റ്റേ ലോയൽ ടു ദി ബ്രാൻഡ്. ടൈപ്സ് ഓഫ് ബൈയിങ് മോട്ടീവ്സ് എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ് ഉണ്ട്, പട്രോണേജ് ബൈയിങ് മോട്ടീവ് ഉണ്ട്. പ്രൊഡക്റ്റ് ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ബയ്യർ ഈസ് മോട്ടിവേറ്റഡ് ബൈ ദ പ്രൊഡക്റ്റ് ഇറ്റ് സെൽഫ്. ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് തന്നെ അയാൾക്ക് അത് വാങ്ങുവാൻ വേണ്ടി മോട്ടിവേറ്റ് ആവുന്നതാണ്. അപ്പം രണ്ട് ടൈപ്പ് ഉണ്ട്, റാഷണൽ മോട്ടീവ് ആൻഡ് ഇമോഷണൽ മോട്ടീവ്. റാഷണൽ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലോജിക്ക് അനുസരിച്ചിട്ടായിരിക്കും. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ സേഫ്റ്റി, ഇക്കോണമി, വെർസറ്റാലിറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി, കൺവീനിയൻസ്, ഇതൊക്കെ ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും ആ വ്യക്തി ആ പ്രൊഡക്റ്റ് വാങ്ങും. ഇനി ഇമോഷണൽ മോട്ടീവ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ഫീലിങ്സ്. അയാളുടെ ഫീലിങ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഈ ഇമോഷൻ, എഫെക്ഷൻ, ഇൻഡിവിജ്വാലിറ്റി, പ്ലഷർ, ഹാബിറ്റ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാളെ മോട്ടിവേറ്റ് ചെയ്യുക ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടി. ഇനി പട്രോണേജ് ബൈയിങ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ ഈസ് മോട്ടിവേറ്റ് ബൈ സെല്ലർ ഓർ ഷോപ്പോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ബയർ മോട്ടിവേറ്റ് ആവുകയാണ് സാധനം വാങ്ങുന്നതിന് വേണ്ടി. അതിൽ റാഷണൽ മോട്ടീവിൽ വരുന്നത് കൺവിൻസ് ചെയ്യാണ്, സെല്ലറോ ഷോപ്പോ അയാളെ കൺവിൻസ് ചെയ്യാണ് ലോവർ പ്രൈസ് നൽകിയിട്ടോ ക്രെഡിറ്റ് ഫെസിലിറ്റിയോ കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വെറൈറ്റിയോ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനോ ആ കടയുടെ റെപ്യൂട്ടേഷനോ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ബയ്യർ സാധനം വാങ്ങുന്നത്. ഇമോഷണൽ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഷോപ്പിൻ്റെ അപ്പിയറൻസ്, റെക്കമെൻഡേഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ബയ്യർ സാധനം വാങ്ങുക. ബയർ മോട്ടിവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ് പേഴ്സൺ ടു ബൈ. ബയറിൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഫോഴ്സാണത്. ഒരു പേഴ്സണ് സാധനം വാങ്ങുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അയാളെ വാങ്ങുന്നതിന് വേണ്ടി അതിലേക്ക് നയിക്കുന്ന ഒന്നാണ് ബയർ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അവെയർനെസ്, ഇൻഫർമേഷൻ സെർച്ച്, ഡിസിഷൻ. അവെയർനെസ് എന്ന് പറഞ്ഞാൽ ബയർ ഐഡൻറ്റിഫൈ പ്രോബ്ലം ഓർ നീഡ്. അയാൾ ഒരു ബയർ എന്ത് ചെയ്യുന്നു? ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ നീഡോ കണ്ടെത്തുന്നു. ലൈക്ക് എന്താണ്? ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ സിമുലേഷൻ. ഇൻഫർമേഷൻ സെർച്ച്, ലുക്ക് ഫോർ വേ ടു സാറ്റിസ്ഫൈ ദ നീഡ്. അയാൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അയാൾ അതിന് ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഡിസിഷൻ, അതിനനുസരിച്ചിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ അയാൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ അത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. 6th ചാപ്റ്റർ, യൂണിറ്റ് 6, ബയ്യർ ബിഹേവിയർ. Concept of buyer behavior. Buyer behavior refers to how individual or group or organization make decisions to purchase product or services. ഇൻഡിവിജ്വലോ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? ഒരു പ്രൊഡക്റ്റോ സർവീസസോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് ബയ്യർ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? വാട്ട്, വെൻ, വേർ, ഹൗ ആൻഡ് ഫ്രം ഹോം ടു ബൈ. എവിടുന്ന്, എങ്ങനെ, എപ്പോഴാണ്, ആരുടെ നിന്നാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ ഹെൽപ്സ് മാർക്കറ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ആൻഡ് മേക്ക് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇത് മാർക്കറ്റേഴ്സിന് ഇതെന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമറെ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് തയ്യാറാക്കാൻ സാധിക്കും. ഇത് രണ്ട് ഫിലിപ്പ് കോട്ട്ലറിൻ്റെയും ഫെഡറിക് വെബ്സ്റ്ററിൻ്റെയും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ബൈയിങ് ബിഹേവിയർ ഈസ് എ ഡിസിഷൻ പ്രോസസ് ആൻഡ് ആക്ട് ഓഫ് പീപ്പിൾ ഇൻ ബൈയിങ് ആൻഡ് യൂസിങ് പ്രൊഡക്റ്റ്. ഫെഡറിക് വെബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ബിഹേവിയർ ഫ്രം അവെയർനെസ് ഓഫ്
ഷെയറിങ് എക്സ്പീരിയൻസ്. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ബയർ ആൻഡ് കസ്റ്റമർ. ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ഹു പർച്ചേസ് ആണ്. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കും. ആ കൺസ്യൂമർ തന്നെ ബയർ ആവണമെന്നൊന്നുമില്ല. അപ്പം വീട്ടിലേക്ക് ആരെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന വേറൊരു വ്യക്തിയായിരിക്കും. അപ്പം അവരായിരിക്കും കൺസ്യൂമർ. അതുപോലെ ഈ ബയ്യർ വാങ്ങിയ ആൾ വീണ്ടും വേണമെങ്കിൽ അത് റീസെൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ കൺസ്യൂമർ അത് റീസെൽ ചെയ്യില്ല. അത് ഉപയോഗിക്കുന്ന വ്യക്തി അത് റീസെൽ ചെയ്യില്ല. അതുപോലെ ബയ്യറിൽ പർച്ചേസ് റിക്വയർഡ്, അതെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യണം ബയ്യർ, എന്നാൽ മാത്രമേ അയാൾ ബയ്യർ ആവുള്ളൂ. കൺസ്യൂമറിന് അത് അത് ഉപയോഗിക്കുന്ന വ്യക്തി തന്നെ അത് വാങ്ങണം എന്നൊന്നുമില്ല. പർപ്പസ് റീസെൽ ഓർ കൺസ്യൂമറിൻ്റെ ഉള്ളി കൺസ്യൂമാണ്. പേ പ്രൈസ് ബയ്യർ തീർച്ചയായിട്ടും നോട്ട് ഓൾവേസ്. അതുപോലെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, ഫാമിലി, ഗ്രൂപ്പ് ഒക്കെയാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയർ ബിഹേവിയർ എന്തൊക്കെയാണ്? കൾച്ചറൽ ഫാക്ടറായിട്ടുള്ള അയാളെ ബിലീഫ്സ്, വാല്യൂസ്, ഹാബിറ്റ്സ്, ലേൺ ഫ്രം സൊസൈറ്റി ഓർ ഫാമിലി ഒക്കെയാണ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അതുപോലെ സബ് കൾച്ചറായിട്ടുള്ള റീജിയൻ, കാസ്റ്റ് ഇതൊക്കെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു സാധനം ഒരു പർച്ചേസ് ചെയ്യുന്നതിന് ഇത്രയും കാര്യങ്ങൾ കൾച്ചറൽ ഫാക്ടേഴ്സിൽ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ക്ലാസ് ആയിട്ടുള്ള ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ ഇതൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഫാമിലി സ്ട്രോങ്ങസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. ഫാമിലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. റെഫറൻസ് ഗ്രൂപ്പ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൊളീഗ്സിൻ്റെയോ അവരുടെ നിന്നൊക്കെ നമ്മൾ റെഫർ ചെയ്യുക ഒരു സാധനം വാങ്ങുമ്പം, അതും അവർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റോൾ ആൻഡ് സ്റ്റേറ്റസ്, പ്രൊഫഷൻ അല്ലെങ്കിൽ സൊസൈറ്റി റോൾ നമ്മളെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു സാധനം വാങ്ങുന്ന ഡിസിഷൻ എടുക്കുന്നതിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പേഴ്സണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഏജ്, ഇൻകം, ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈൽ, പേഴ്സണാലിറ്റി ഒക്കെയാണ്. അതുപോലെ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻകം, നമ്മൾ ഒരുപാട് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്യും. ഫാമിലി ഇൻകം വലിയ ഫാമിലി ആണെങ്കിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യും. ഇൻകം എക്സ്പെക്റ്റേഷൻസ്, ലിക്വിഡ് അസറ്റ്സ്, ക്യാഷ്, സെക്യൂരിറ്റീസ്, ഇൻഫ്ലുവൻസ്, എബിലിറ്റി ടു സ്പെൻഡ്. നമ്മുടെ ക്യാഷ്, സെക്യൂരിറ്റീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്പെൻഡ് ചെയ്യും. ലിക്വിഡ് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യും. ക്രെഡിറ്റ്, ഈസി ക്രെഡിറ്റ്, എൻകറേജ് പർച്ചേസ്. നമുക്ക് EMI ഓപ്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാനുള്ള നമ്മുടെ മോട്ടീവ് വർദ്ധിക്കും. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള മോട്ടിവേഷൻ, നീഡ് ടു ലൈക്ക്, സാറ്റിസ്ഫൈ, എസ്റ്റീം, ഡ്രൈവ്, പർച്ചേസ്, പെർസെപ്ഷൻ, ഹൗ വൺ വ്യൂ എ പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ആഡ്സ്, റിവ്യൂസ്, ലേണിംഗ്, നോളജ് ഗെയിൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബൈയിങ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ് ആൻഡ് മൈൻഡ് സെറ്റ് ഇൻഫ്ലുവൻസ് ബൈയിങ് ബിഹേവിയർ. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി യൂണിറ്റ് 7 സെയിൽ ഫോഴ്സ് മോട്ടിവേഷൻ. ഫോഴ്സ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് പേഴ്സൺ ടു ടേക്ക് ആക്ഷൻ ടു ഫുൾഫിൽ നീഡ്സ്. അയാളെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള ആക്ഷനെയാണ് എന്താണ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റ് എഫേർട്ട് ടുവേർഡ്സ് അച്ചീവ് ദ ഗോൾസ്. അയാളെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ പറഞ്ഞിട്ടുള്ളത്. മോട്ടിവേഷൻ അറൈസ് ഫ്രം ദ അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് എന്നാണ് നമുക്ക് മോട്ടിവേഷൻസ് ഉണ്ടാവുക. ഇറ്റ്സ് ദ ഫോഴ്സ് ദാറ്റ് എനർജൈസ് ആൻഡ് സെറ്റ് പീപ്പിൾ ഇൻ ടു ആക്ഷൻ എന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈനാമിക് നേച്ചർ ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ കീപ്സ് ചേഞ്ചിങ് ഡ്യൂ ടു, നമ്മുടെ മോട്ടിവേഷൻ പല കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചേഞ്ചസ് വരും. ഫിസിക്കൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് കൊണ്ട്, സോഷ്യൽ സറൗണ്ടിങ്സ് കൊണ്ട്. ഫുൾഫിൽമെൻറ്റ് ഓഫ് വൺ നീഡ് ലീഡ്സ് ടു ഡിസയർ ഫോർ ഹയർ ലെവൽ നീഡ്സ്. നമ്മൾ ഒരു നീഡ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹയർ ലെവൽ നീഡിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സാമ്പിൾ. കമ്പനി മൂവ്ഡ് ഫ്രം പ്ലാസ്റ്റിക് ടു പേപ്പർ ബാഗ്സ് ഡ്യൂ ടു ചേഞ്ചിങ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറിൻ്റെ നീഡ്സ് ചേഞ്ച് ചെയ്തതോടുകൂടി എന്ത് ചെയ്തു, കമ്പനി എന്ത് ചെയ്തു, അവർ പ്ലാസ്റ്റിക്കിൽ നിന്ന് പേപ്പർ ബാഗിലേക്ക് മാറ്റം വരുത്തിയതാണ്. ഇനി മോട്ടിവേഷൻ ആൻഡ് നീഡ്. മോട്ടിവേഷനും നീഡും എന്താണെന്ന് നോക്കാം. നീഡ്, ഡ്രൈവ്, മോട്ടിവേഷൻ, ആക്ഷൻ. നീഡ് വരും, പിന്നെ ഡ്രൈവ്, പിന്നെ മോട്ടിവേഷൻ, ആക്ഷൻ. അതെങ്ങനെയാണെന്ന് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഹങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു വിശപ്പ് വരികയാണ്, അപ്പോൾ അത് നീഡാണ്. അയാൾക്ക് ഡിസ്കംഫേർട്ട് വരികയാണ് വിശപ്പ് വന്നപ്പോൾ, അത് ഡ്രൈവാണ്. ആക്ഷൻ എന്ന് പറയുന്നത് ബൈ ഫുഡ്, അയാൾ ഫുഡ് വാങ്ങുന്നതാണ് ഇവിടെ ആക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ മാർക്കറ്റേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടാർഗറ്റ് ദീസ് മോട്ടീവ്സ് ത്രൂ ദി പ്രൊമോഷൻ. മാർക്കറ്റേഴ്സ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മളിതിനെക്കുറിച്ച് ഈ മോട്ടീവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കസ്റ്റമറിൻ്റെ മോട്ടീവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോഷൻ വഴി ടാർഗറ്റ് കണ്ടുപിടിക്കണം.
എക്സാമ്പിൾ എങ്ങനെയാണ്? അഡ്വർടൈസിങ് യോഗ ഫോർ ഹെൽത്ത് ഓർ സ്പിരിച്വാലിറ്റി. ഇനി മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ നീഡ്സിനെ 5 ലെവലുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈക്കോളജിക്കൽ നീഡായിട്ടുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സ്ലീപ്പ്. സേഫ്റ്റി നീഡായിട്ടുള്ള ജോബ് സെക്യൂരിറ്റി, ഹെൽത്ത്, ഫിനാൻഷ്യൽ സേഫ്റ്റി. സോഷ്യൽ നീഡായിട്ടുള്ള ലവ്, ബിലോങ്ങിങ്, ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ ഗ്രൂപ്പ്. എസ്റ്റീം നീഡായിട്ടുള്ള സ്റ്റേറ്റസ്, റെസ്പെക്റ്റ്, റെക്കഗ്നേഷൻ, കോൺഫിഡൻസ്, സെൽഫ് ആക്ച്വലൈസേഷൻ, റിയലൈസിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ഇനി മോട്ടിവേഷൻ ടെക്നിക് ഫോർ സെയിൽസ് പേഴ്സണ് ഉണ്ടാകുന്ന മോട്ടിവേഷൻ എങ്ങനെയൊക്കെയാണ്? ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സാണ്. അവർക്ക് റെമ്യൂണറേഷൻ, സാലറി പേയ്മെൻറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ബോണസ്, എക്സ്ട്രാ മണി ഫോർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പെർഫോം ചെയ്യും. കമ്മീഷന്, പെർസെൻറ്റേജ് ഫോർ സെയിൽ ഓർ പ്രോഫിറ്റ്, സെയിൽസ് ഓർ പ്രോഫിറ്റ്സ്, പ്രൊമോഷൻ, റൈസ് ഇൻ റാങ്ക് ആൻഡ് പേ. ഇതൊക്കെയാണ് ഒരു സെയിൽസ് പേഴ്സൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അയാൾക്ക് റെമ്യൂണറേഷനോ ബോണസോ കമ്മീഷനോ അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സോ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? നല്ലപോലെ അയാൾ ഹാർഡ് വർക്ക് ചെയ്യും. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ജോബ് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഇൻ എംപ്ലോയ്മെൻറ്റിൽ അയാൾക്ക് ജോലിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത്. ചലഞ്ചിങ് വർക്ക്, അതുപോലെ റെക്കഗ്നേഷൻ, അതുപോലെ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഗ്രോത്ത്, എംപവർമെൻറ്റ് ഇൻവോൾവിങ് എംപ്ലോയീസ് ഡിസിഷൻ മേക്കിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സായിട്ട് സെയിൽസ് പേഴ്സൻ്റെ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ 4 ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.